അപ്പം നമ്മുടെ നാടിൻ്റെ പുരോഗമനത്തിലേക്കാണ് നമ്മൾ എത്തി നോക്കുന്നത്. ഒരു പൊൻതൂവൽ കൂടി കിട്ടിയിരിക്കുന്നു. ഫേസ് ക്രീമും എന്തോ അമ്മ മാറ്റി വെച്ചതിന് മകള് അമ്മയുടെ വാരിയിൽ തല്ലി ഒടിച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നല്ല ഭാവിയുള്ള മകൾ അല്ലേ? ഇനി അതെന്താ വെച്ചടി കയറ്റമായിരിക്കും. നല്ല ഭാവിയുള്ള മകളാണ് കേട്ടോ. ചെന്ന് കയറുന്ന വീട്ടിലെയും അമ്മായിയമ്മമാരുടെ വാരിയെല്ലാം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അമ്മയുടെ വാരിയെല്ലാണ് ചവിട്ടി ഓടിച്ചത്. അപ്പം അമ്മായിയമ്മമാരെയും സൂക്ഷിക്കുക. നിങ്ങളുടെയും വാരിയല് പോകാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും കൊള്ളാം. ഇപ്പം ഈ ചിരിച്ചുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞെങ്കിലും സംഭവം എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്വാതന്ത്ര്യം പോക്ക് ടീച്ചേഴ്സ് അടിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതൊക്കെ വന്നായിരുന്നു. അത് ഒരു ഭാഗം നോക്കുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഇത് കൂടുതലായത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നത് കേട്ടോ. ചില കടുത്ത ശിക്ഷ കൊടുക്കലും ഭയങ്കര ക്രൂരായിട്ടുള്ള ശിക്ഷ കൊടുക്കലും പിള്ളേർ സ്കൂളിലേക്ക് പോകാനായിട്ട് ഭയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കുറേ മുരട്ട സാറന്മാരുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരുടെ ഇത് കൂടി വന്നപ്പോഴാണ് അങ്ങനെ ഒരു നിയമം വന്നത്, കുട്ടികളെ അടിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്തായി, എന്തൊരു സംഭവമാണെങ്കിലും ദോഷമുണ്ട്, ഗുണമുണ്ട്, ദോഷമുണ്ടെന്ന് പറഞ്ഞ പോലെ കുട്ടികളെ ഇപ്പോൾ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് ഇങ്ങനെയുള്ള കുറേ ന്യൂസുകളും കൂടിക്കൂടി വരും. അപ്പോൾ വീട്ടിലടിച്ചുകൂടാ, നാട്ടിൽ സ്കൂളിൽ ഒരു ഇതില്ല, ഓക്കെ. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ പോട്ടെ. അപ്പം എന്തായാലും കുട്ടികളുടെയൊക്കെ ഒരു ആ പാവപ്പെട്ട അമ്മ വാരിയലിലൊക്കെ തേൻ കൊണ്ട് നടന്ന് തന്നെ ഇവളെയൊക്കെ ഇത്രയൊക്കെ വളർത്തി. വാരിയലിൽ ഒടിഞ്ഞിട്ടായിരിക്കും അമ്മ ഇവളെയൊക്കെ ഇത്രയും വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ അവളുടെ ഫേസ് ക്രീമൊക്കെ തേച്ച് ഇങ്ങനെ ഇരുന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ എത്ര ഭംഗിയുള്ള ആളും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക, മനസ്സിലിരിപ്പ്, നിങ്ങളുടെ ആ മനസ്സിൻ്റെ വിഷം അത് നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിച്ച് കാണും. ഫേസ് പാക്കിനൊക്കെ വേണ്ടി അമ്മയുടെ വാരിയിലേക്ക് ചവിട്ടി വിളിച്ചവളുടെയൊക്കെ കാര്യം പിന്നെ കഥ പറയേണ്ട പ്രത്യേകിച്ച് കാര്യമുണ്ടല്ലോ. ഇവളൊക്കെ വെറും കീടങ്ങളായി വളർന്നു വരാനുള്ളതാണ്. എന്തായാലും ഇപ്പോഴറിഞ്ഞത് നന്നായി. ഭാവിയിലത്തേക്ക് എല്ലാവരും ഒക്കെ ഒന്ന് കരുതി വെച്ചേക്കുക. ഇതൊക്കെ വളർന്ന് പ്രതിഭയാകുമ്പോൾ വളർന്ന് വലുതാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ വീട്ടിലോട്ടൊക്കെ തള്ളിക്കയറി ചെല്ലാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ന്യൂസ് ആയതൊക്കെ നന്നായി. ഇതൊക്കെ കട്ടൊക്കെ നല്ല ശിക്ഷ കൊടുക്കാമോ. ഇനിയിപ്പോൾ ശിക്ഷയുടെ കാര്യം പിന്നെ പറയണ്ട. അപ്പോൾ എന്തായാലും നടക്കട്ടെ കാര്യങ്ങളൊക്കെ. ഇതുപോലുള്ള ഇനിയും പൊൻതൂവലുകൾ സമൂഹത്തിലേക്ക് വരട്ടെ ഈ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ ഇല്ലാത്തടത്തോളം കാലം ഇല്ലെന്ന് തന്നെ പറയൂ. വളരെ അപൂർവം വല്ലവരും ഒരു ജീവപര്യന്തം എന്തെങ്കിലുമൊക്കെ കയറുന്നുണ്ടാകും. പക്ഷേ കറക്റ്റായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് തക്കതായിട്ടുള്ള ശിക്ഷകൾ കുറയുന്നതിനനുസരിച്ച് ഇതൊക്കെ കൂടും, സ്വാഭാവികമാണ്. ഇനി സമൂഹത്തിൽ ഇതുപോലുള്ള പല പൊൻതൂവലുകളും വളർന്നു വരാനുണ്ട്. കാരണം സ്ത്രീ എന്ന പരിഗണന അത് വെച്ച് മുതലാക്കുന്ന കുറേ എണ്ണങ്ങളുണ്ടല്ലോ, കുറേ അഴിഞ്ഞാട്ടക്കാരികളുണ്ടല്ലോ. അപ്പോൾ ആ ഗണത്തിൻ്റെ വേറൊരു ഗണമായിട്ടൊക്കെ പെടും ഈ ഗണമൊക്കെ. വലുതായി വരുന്ന എന്തായാലും കണ്ടറിഞ്ഞത് നന്നായി. ന്യൂസിലൊക്കെ ഫോട്ടോയൊക്കെ തെളിച്ചത് നന്നായി, ബ്ലററി ചെയ്യാതെയൊക്കെ കാണിച്ചത് നന്നായി. ഞാൻ എന്തായാലും ഫോട്ടോ ബ്ലററി ചെയ്യുന്ന ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല. ഇനി എനിക്ക് അടുത്ത വള്ളി പിടിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഒരു ടോപ്പിക്കായിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ. ആരുടെയും പേര് നാളൊന്നും പറഞ്ഞിട്ടില്ല. ഞാനും കൊടിപൊക്കിക്കൊണ്ട് വരരുത്. സമൂഹത്തിൽ നടന്ന ഒരു വൃത്തികെട്ട ഒരു സംഭവം കണ്ടപ്പോൾ 1-2 വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും ആ പാവം പിടിച്ച അമ്മയുടെ ഒരു അവസ്ഥ, ഇവൾക്കൊക്കെ ഇനിയും വെച്ചുണ്ടാക്കണമല്ല എന്ന് ഓർക്കുമ്പോഴാണ് ഇതൊക്കെ പോവും. കുട്ടിയല്ലേ, കുട്ടി എന്ന പരിഗണനയിൽ തന്റെ ഇപ്പോൾ വരും. ഇനി അടുത്ത വാരിയല്ലേ നെഞ്ചാൻ കൂടെ ആയിരിക്കും കലക്കാനായിട്ട് അവളൊക്കെ വരുന്നത് കേട്ടോ. എന്തായാലും നോക്കി വെച്ചോ ഫ്രണ്ട്സ്. മരുമകളായിട്ടൊക്കെ വന്ന് കയറേണ്ടവളൊക്കെ ആയിരുന്നേ, നിങ്ങൾ നോക്കി വെച്ചോ കേട്ടോ. നട്ടലിന് ബെൽറ്റിട്ട് വേണം സ്വീകരിക്കാൻ, നിലവിളക്ക് കത്തിച്ച് വെച്ച് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ചവിട്ടുറപ്പാണ്.